പിടിക്കേട്ടാ, അങ്ങോട്ടാക്കുക ഇങ്ങോട്ടാക്കുക, അങ്ങോട്ടാക്കുക ഇങ്ങോട്ടാക്കുക. ഒരു വലി വലിക്കുമ്പോഴത്തേനും താഴെ വന്നു. ഇല്ല ഇല്ല, നമ്മ വരച്ചാട്ടെ. ഗുഡ് ഗേൾ. താഴോട്ട് വലിച്ചോ. വലിക്ക്. കിട്ടും കിട്ടും കിട്ടും. കരയണ്ട. കിട്ടിയോ? ഒരു പ്രാവശ്യം കൂടെ ആക്കുമ്പോ കിട്ടും. അപ്പൊ ഗുഡ് ഗേൾ അല്ലേ? സ്ട്രോങ് ആയിക്കേ. സ്ട്രോങ് ഗേൾ ആവും. അപ്പൊ നല്ല സ്ട്രോങ് ഗേൾ അല്ലേ? ഓക്കെ. കണ്ണീര് തുടയ്ക്കാതെ. സ്ട്രോങ് ഗേൾ ആവുമ്പോ കരയാൻ പാടില്ല. സ്ട്രോങ് ഗേൾ ആണോ അപ്പോ? സ്ട്രോങ് ഗേൾസ് കരയോ? ചില ടൈമിലോ? ചില ടൈമിൽ എന്തിനാ കരയുന്നേ? പക്ഷെ അമ്മയുടെ പല്ലൊക്കെ ഈ പ്രായത്തില് പറഞ്ഞായിരുന്നു. അമ്മയുടെയും എല്ലാവരുടെയും പല്ല് അങ്ങനെ പറയുന്നത്. അത് കൊറേ ഇളകുന്നുണ്ട്. നല്ല മിടിക്കായിട്ട് പറിക്കാൻ പറയുന്നേ. ഓക്കെ, കരച്ചിലൊക്കെ നിർത്തി അങ്ങനെ നല്ല റിലാക്സ് ആയിട്ട് പറിച്ചോ. പിന്നെ ഞാൻ റിലാക്സ് അല്ലേ ഇപ്പൊ. ആണോ? അല്ല. എന്താ റിലാക്സ് അല്ലാത്ത? അതാ പറഞ്ഞേ കുഞ്ഞേ. ഓക്കെ 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 ഓക്കെ, പോട്ടെ. എല്ലാം പോട്ടെ. കണ്ണീരൊക്കെ തുടച്ച്. കൊച്ചിന്റെ പല്ല് എന്തായാലും ഇളകുന്നുണ്ട്. എന്തായാലും നമ്മളത് പറിക്കണ്ടേ? അല്ലെ വേറെ പല്ല് അതിന്റെ ഉള്ളിലൂടെ വരും. എന്നിട്ട് ഇങ്ങനെ മേക്കൊന്നിരിക്കും പല്ല്. കരച്ചിൽ നിർത്തപ്പോ. ഇപ്പൊ എന്തിനാ വെറുതെ കരയുന്നേ? പല്ല് തൊടുന്നു പോലും ഇല്ല, എന്നിട്ട് കരയുവാ. കരയുന്നോണ്ട് അങ്ങനെ വേന എടുക്കുന്ന. കരയാൻ നല്ല മിടിക്കായിട്ടൊന്ന് പറിച്ചു നോക്കിയേ. അമ്മ പറഞ്ഞു അത് പെട്ടെന്ന് അമ്മ പറിച്ചു തരാന്ന്. അപ്പൂന് പറഞ്ഞിട്ട് പറിച്ച് കിട്ടിയില്ലെങ്കിൽ അമ്മ പറിക്കാം. അതുകൊണ്ട് അപ്പു കരയാതെ പറിച്ചു. എന്നാ അപ്പു പറിക്കത്. അതൊക്കെ ടിഷ്യൂ എത്ര വേണേലും എടുത്തു. അതാ പറഞ്ഞേ. അതിപ്പോ തുള്ളി പറഞ്ഞ നല്ലതല്ലേ? അങ്ങനെ പോരട്ടെ. അത് സാരല്ല, കടിക്ക. അത് അടുത്ത പല്ല് വന്നോളും. അത് കുഞ്ഞു, ഈ പല്ല് പോയി കഴിയുമ്പോ നല്ല ഭംഗിയുള്ള വേറെ പല്ല് വരും. നിർത്ത്. കരയും തോറും നമ്മൾ വീക്കാവും. അപ്പൊ കൊച്ചിനും കൂടുതൽ വേദന എടുക്കും. സൂപ്പർ ഗേൾ. എവിടെ പോവാ? എന്തോന്നപ്പോ ഇത്? ഇതൊരു പല്ല് പറിക്കാൻ വേണ്ടി വീട്ടിലുള്ള ടിഷ്യൂ മൊത്തം തീർക്കുവോ അപ്പു നീ? സൂപ്പർ. വേഗം പല്ല് പറിച്ചോ. കരച്ചിലു എന്നാ? എന്താ? അത് പൊക്കോളുന്നേ. അത് കരയുന്നോണ്ടാ. ആ പല്ലെ തൊടുന്നു പോലും ഇല്ല. ചുമ്മാതിരുന്ന് കരയുമല്ലേ കുഞ്ഞിപ്പോ. നോക്കി എത്ര ടിഷ്യൂ വെറുതെ എടുക്കുക, അതേ തൊടുക, അങ്ങോട്ട് ഇടുക, വീണ്ടും എടുക്കുക, അങ്ങോട്ട് ഇടുക, പറിക്കുക, അങ്ങോട്ട്. എന്തിനീ ടിഷ്യൂ ഇങ്ങനെ ചുമ്മാ ചുരുട്ടി ചുരുട്ടി വെക്കുന്നേ? പിന്നെ ആദ്യം പല്ല് പറിക്കുക, അതിന് ശേഷമല്ലേ വെക്കാനുള്ള സാധനം ഉണ്ടാക്കുന്നേ. പിന്നെ മതി. അപ്പൊ അത്രയും സാധനം മതി. എന്നാലും ഞാൻ വേറെ ടിഷ്യൂ തരാം. വൈറ്റ് ടിഷ്യൂ തരാം. പറിക്കിപ്പോ ആദ്യം നീ. അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി, അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി, ഇങ്ങോട്ടാക്കി മിടുക്കി. ഗുഡ് ഗേൾ. അങ്ങനെ തന്നെ. അങ്ങനെ കുറച്ച് നേരം ആക്കുമ്പോഴത്തേന് സാധനം കൈ വരും. ആയിട്ടുണ്ട് മോനെ, നന്നായിട്ട് ആടുന്നുണ്ട്. ഓക്കെ, ഒറ്റവല് കിട്ടിയാ? കിട്ടിയാ? മിടുക്കി. ബേബി ടൂത്ത് പോണോ? ആ പല്ല് പോയിട്ട് വേറെ പുതിയ പല്ല് വരാൻ വേണ്ടിട്ടല്ലേ? കണ്ട കുഞ്ഞി പല്ല് കണ്ട. ഈ പല്ല് നിറച്ച് കറയൊക്കെ, അത് മാറിയിട്ട് ഇനി നല്ല സൂപ്പർ പല്ല് വരും കൊച്ചിന്. ഓക്കെ, മനസ്സിൽ. കണ്ട. വൈറ്റ് ടിഷ്യൂ വേണ്ട? ഇഷ്ടല്ല? അപ്പൊ ഓക്കെ, ഡൺ. മിടിക്കായോ? ഇത് കളയട്ടെ ഈ പല്ല്. പിന്നെ എന്തിനാ? എന്നാ പറ.
നിന്റെ ഫെയറിക്കോ? ഇതെന്നാ ചെയ്യാൻ പോന്നെ? അറിയാലോ, ഞാൻ പറഞ്ഞു അന്നത്തെ വീഡിയോയ്ക്ക് എന്റെ പോലെ ബില്ലുവിന്റെ അടി വെച്ചിട്ട് കുറച്ച് നാളുകളിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടും. അതിനാണ് എനിക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഞാൻ ബില്ലുവിന്റെ അടി വെക്കുവാ. നിങ്ങൾക്കും കാണണോ? നിങ്ങൾക്കും കാണണോ? പല്ലിന്റെ അടിയിൽ വെച്ച് കഴിയുമ്പോഴേ, ചേർന്ന പില്ലോയുടെ അടി വെച്ച് കഴിയുമ്പോഴേ ഗിഫ്റ്റ് കിട്ടൂലേ? ആ ഗിഫ്റ്റ് കൊണ്ട് കാണിച്ചാൽ മതി. ഓക്കെ? ഇനി നിങ്ങളുടെ പോലും പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പറിച്ചിട്ട് വീഡിയോ അയച്ചു തരണേ. ബൈ. ആ ഗിഫ്റ്റ് നമുക്ക് ഫെയർ തന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ബൈ ബൈ. ലൈക്ക്